Hello everyone, welcome to today's class. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പറിന്റെ പേരാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഡിഗ്രിയിലെ ജനറൽ പേപ്പർ ആണ് ഈ പറയുന്ന ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഓക്കെ, ഇത് വരുന്ന കോഡ് BE-GA182 എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിന്റെ കോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പേപ്പറിന്റെ പേരാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു പേപ്പർ 3 ബ്ലോക്ക് ആയിട്ടാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു പേപ്പറിന് 3 ബ്ലോക്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ പേപ്പറിലെ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ബ്ലോക്ക് 1ന്റെ പേരാണ് അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ബ്ലോക്കിലെ യൂണിറ്റ് 1 ആയിട്ടുള്ള ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലെ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1 ആയിട്ടുള്ള ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട്? ഓക്കെ, അപ്പൊ നമ്മൾ യൂണിറ്റ് 1 അപ്പം നമ്മൾ പഠിക്കുന്നതാണ് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമ്മൾ ഈ യൂണിറ്റ് 1നകത്ത് നമ്മൾ ഏതൊരു യൂണിറ്റ് പഠിക്കുന്ന സമയത്തും അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് നമ്മൾ ഒരു ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കും. അപ്പൊ കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ നമ്മുടെ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇതിനകത്ത് പഠിക്കാൻ വരുന്ന ഏരിയ എന്ന് പറയുന്നത് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, പിന്നെ ഈ ഒരു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് എങ്ങനെയാണ്, പിന്നെന്താണ് ബാരിയേഴ്സ്. ഈ ബാരിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സങ്ങൾ. ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന എന്തൊക്കെ തടസ്സങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ ബാരിയേഴ്സ് ആണ്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ റിട്ടൺ ആൻഡ് സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നമ്മൾ ഓരോ ടോപ്പിക്സും നമ്മൾ 1 by 1 ആയിട്ട് നമ്മളുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വിൽ സ്റ്റാർട്ട്. അപ്പം നമ്മൾ എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ, വാട്ട് യു മീൻ ബൈ ദിസ് കമ്മ്യൂണിക്കേഷൻ? ഓക്കെ, അപ്പം ഞാനിപ്പം നിങ്ങളോട് എന്താണ് ചെയ്യുന്നത്, ഞാനിപ്പോ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ലൈക്ക് ഞാനിപ്പം ഒരു ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ അത് കേൾക്കുന്നു, റൈറ്റ്? അപ്പം ഞാൻ ഈ പറയുന്ന ഐഡിയാസ് ഞാനത് നിങ്ങളോട് എന്ത് ചെയ്യാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാമെങ്കിൽ വാട്ട് യു മീൻ ബൈ കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ ഇസ് ദി എക്സ്ചേഞ്ച് ഓഫ് തോട്ട്സ്, അല്ലെ? ഇപ്പൊ നമുക്ക് പറയാനുള്ള കാര്യങ്ങളായാലും എല്ലാം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു, നമ്മൾ ഷെയർ ചെയ്യുന്നു. അതാണ് ശരിക്കും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കത് എഴുത്ത് വഴി പറയാം, സ്പീച്ച് വഴി പറയാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. സോ കമ്മ്യൂണിക്കേഷൻ സിംപ്ലി മീൻസ് എന്താണ്? എക്സ്ചേഞ്ചിങ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഷെയറിങ് ഓഫ് ഇൻഫർമേഷൻ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഷെയറിങ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷനെയാണ് നമ്മൾക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും കുറെ സ്പീച്ചും, അതായത് പറയുന്നതും എഴുത്തും ഒക്കെ മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് എ വെരി കീ പോയിന്റ്. അപ്പൊ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് വേർഡ്സ് മാത്രമല്ല, പകരം എന്തൊക്കെയാണ് നമ്മൾ മുഖാമുഖം സംസാരിക്കുന്നത്, പിന്നെ നമ്മുടെ മുഖത്ത് വരുന്ന ഭാവങ്ങള്, നമ്മൾ പറയുന്ന ടൂൺ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ നമ്മളുടെ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനകത്ത് വരുന്നതാണ്. ഇപ്പൊ നമുക്കൊരു ക്ലാസ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും, അല്ലെ? ഭയങ്കര ബോറാണെങ്കിൽ നമ്മൾ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ലാണ്ടിരിക്കും. അപ്പൊ നമ്മളുടെ ബോഡി ആ ഒരു കാര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളുടെ മുഖത്ത് വരുന്ന ഓർപ്പ് നമുക്ക് ഭയങ്കര സങ്കടമാണെങ്കിൽ നമ്മുടെ മുഖത്ത് അത് റിഫ്ലക്ട് ചെയ്യത്തില്ലേ? അപ്പൊ നമ്മളുടെ ബോഡി അല്ലെങ്കിൽ നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് പോലും പല കാര്യങ്ങൾ കൺവേ ചെയ്യും. സോ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം വേർഡ്സ് മാത്രമായിരിക്കണം എന്നൊരു ചിന്ത ശരിയല്ല. വേർഡ്സ് മാത്രമല്ല, വേർഡ്സ് കൂടി അല്ലാണ്ട് നമ്മുടെ
ബോഡി ഗെസ്റ്റേഴ്സ്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മൾ സംസാരിക്കുന്ന ദേഷിച്ച് പറയാം, സോഫ്റ്റ് ആയിട്ട് പറയാം, സ്വീറ്റ് ആയിട്ട് പറയാം. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ ടോൺ ആണെങ്കിലും അത് പല പല കാര്യങ്ങളായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പം വളരെ സിമ്പിൾ ആയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്. ജസ്റ്റ് ആൾക്കാർ തമ്മിൽ, ബിറ്റ്വീൻ ദ പീപ്പിൾ, നമ്മൾ എന്താണ് ചെയ്യുന്നത്? വി ആർ കൺവേയിങ് ദി ഇൻഫർമേഷൻ, അല്ലെങ്കിൽ വി ആർ ഷെയറിങ് ദി മെസ്സേജസ്. ഇപ്പൊ നമുക്ക് ഒരാളോട് ഇന്ന് വൈകിട്ട് നമുക്ക് ക്ലാസ് ഉണ്ട്, നമ്മൾ ഫോൺ വിളിച്ച് പറയത്തില്ലേ, ഡേ ഇന്ന് വൈകിട്ട് ക്ലാസ് ഉണ്ട് നമ്മൾ പറയും, അല്ലെ? അപ്പൊ ആക്ച്വലി എന്താണ് മീൻ ചെയ്യുന്നത്? നമുക്ക് പറയാനുള്ള ഒരു കാര്യം വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ഫോൺ, അല്ലെങ്കിൽ നമ്മളത് പറയാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ട്, നമ്മൾ ഭയങ്കര സങ്കടമാണ്, അപ്പൊ നമ്മൾ നമ്മളെ ഫ്രണ്ടിനോട് പറയും എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, എനിക്ക് എക്സാമിനൊക്കെ മാർക്ക് കുറഞ്ഞു എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ അതൊക്കെ എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സുകൾ ആയിക്കോട്ടെ, നമ്മുടെ ഉള്ളിലുള്ള തോട്ട്സുകൾ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളത് കൺവേ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളത് എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. സോ കമ്മ്യൂണിക്കേഷൻ സിംപ്ലി മീൻസ് ടു എക്സ്ചേഞ്ച് എന്താണ്? ടു എക്സ്ചേഞ്ച് അവർ തോട്ട്സ്, അല്ലെങ്കിൽ ടു എക്സ്ചേഞ്ച് അവർ ഫീലിങ്സ് ഓർ ഇമോഷൻസ്, അല്ലെങ്കിൽ ടു ഷെയർ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ടു കൺവേ ദി മെസ്സേജസ്. ഇതൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് we'll deal the next portion. ഓക്കെ, ഇനി ഈ ഒരു പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ വളരെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാട്ടോ. ഇപ്പൊ നമ്മൾ എല്ലാവരും മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ? ആണോ അല്ലയോ? ആണല്ലോ. അപ്പൊ നിങ്ങൾക്കിപ്പം വാട്സാപ്പ് എല്ലാവരും യൂസ് ചെയ്യും, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിനോട് മെസ്സേജ് അയക്കണം, ലൈക്ക് ഇന്ന് വൈകുന്നേരം ക്ലാസ് ഉണ്ട്, 5:30 PM നിങ്ങൾക്ക് ഒരു മെസ്സേജ് നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ടിന് ഷെയർ ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് ആ നിങ്ങൾ മെസ്സേജ് ടൈപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനായിരിക്കും അയക്കുന്നത്. അപ്പം നിങ്ങളല്ലേ അവിടെ മെസ്സേജ് അയക്കുന്നത്. സോ അപ്പൊ നിങ്ങൾ ആരാണ് അവിടുത്തെ സെൻഡർ? ആരാണോ മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ നിൽക്കുന്നത്, അയാളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻഡർ. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നു. സോ നിങ്ങൾ ആരാണ്? യു ആർ ദി സെൻഡർ. ആൻഡ് ആ മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആൾ ആരാണ്? നിങ്ങളുടെ ഫ്രണ്ട് അല്ല, ഫ്രണ്ടാണ് റിസീവർ. ഓക്കെ, ഇപ്പൊ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അകത്ത് രണ്ട് എലമെന്റ്സ് മസ്റ്റ് ആയിട്ട് വേണം. ആരൊക്കെയാണ്? ഒന്ന് സെൻഡറും, മറ്റേന്ന് പറയുന്നത് റിസീവർ. സെൻഡർ മീൻസ് ദ വൺ ഹു സെൻഡ്സ് ദി മെസ്സേജ്. റിസീവർ മീൻസ് ആ മെസ്സേജ് ആരാണോ റിസീവ് ചെയ്യുന്നത് അയാളാണ് ആര്? നമ്മളുടെ റിസീവർ എന്ന് പറയുന്നത്. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയല്ലോ? ആണല്ലോ. എന്നിട്ട് നമുക്ക് പറയാനുള്ള മെസ്സേജ് നമ്മൾ ടൈപ്പ് ചെയ്യും, അല്ലെ? ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മളിപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ മലയാളം ലാംഗ്വേജ് യൂസ് നമ്മൾ ടൈപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ആ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ ടൈപ്പ് ചെയ്തില്ലേ? അപ്പൊ അവിടെ ഒരു ലാംഗ്വേജ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്? ആ ലാംഗ്വേജ് അപ്പൊ നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ കോഡ് രൂപേണ ആയിരിക്കും നമ്മൾ പറയുന്നത്. കോഡ് എന്ന് വെച്ചാൽ ആ ഒരു ലാംഗ്വേജ്, അല്ലെ? അപ്പം അത് ടൈപ്പ് ചെയ്യുന്ന ആള് സെൻഡർ, അയാൾക്ക് പറയാനുള്ള കാര്യം ടൈപ്പ് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു? എൻകോഡ് ചെയ്യുന്നു. സോ സെൻഡർ എന്ത് ചെയ്യും? എൻകോഡ് ചെയ്യും. അപ്പൊ നമ്മൾക്ക് പറയാനുള്ള മെസ്സേജ് നമ്മളുടെ സെൻഡർ എന്ത് ചെയ്യും? എൻകോഡ് ചെയ്യും. അപ്പം സെൻഡർ മെസ്സേജ് ടൈപ്പ് ചെയ്തു, വിച്ച് മീൻസ് എൻകോഡ് ചെയ്തു. അത് എൻകോഡ് ചെയ്യുമ്പോൾ അത് മെസ്സേജ് ആയിട്ട് മാറും. എന്നിട്ട് ഈ മെസ്സേജ് ആർക്ക് പോവും? നേരെ നമ്മുടെ ഫ്രണ്ടിന് പോകും. ഫ്രണ്ട് ആരാണ്? നമ്മളുടെ റിസീവർ. ആ റിസീവർ എന്ത് ചെയ്യും? ആ കിട്ടുന്ന മെസ്സേജ് വായിച്ച് മനസ്സിലാക്കും, അല്ലേ? അപ്പം നമ്മളുടെ സെൻഡർ എൻകോഡ് ചെയ്ത ആ മെസ്സേജ് റിസീവർ എന്ത് ചെയ്യും? റിസീവ് ചെയ്യും. അപ്പം വായിച്ച് മനസ്സിലാക്കും, അല്ലെങ്കിൽ ആ കോഡ് ഭാഷ എന്ത് ചെയ്യും? ഡീകോഡ് ചെയ്യും. സോ സെൻഡർ കോഡ് രൂപേണ അയക്കുന്ന മെസ്സേജ്, ഒരു എൻകോഡിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് റിസീവറിന്റെ കയ്യിൽ കിട്ടുമ്പോൾ റിസീവർ എന്ത് ചെയ്യും? അതിനെ ഡീകോഡ് ചെയ്യും. അപ്പം സെൻഡർ എന്താണോ ഉദ്ദേശിച്ചത് അത് നമ്മളുടെ റിസീവറിന് മനസ്സിലാക്കണം. അതിപ്പം 5:30 ക്ലാസ് ഉണ്ടെന്നാണ് നിങ്ങളുടെ ഫ്രണ്ട് അയക്കുന്ന മെസ്സേജ്, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് അയക്കുന്ന മെസ്സേജ്, അല്ലേ? അപ്പം സെൻഡർ ടൈപ്പ് ചെയ്തു, റിസീവറിന് കിട്ടി, വായിച്ചു. അപ്പം കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞോ? അപ്പൊ തിരിച്ച് നമ്മൾ പറയണ ഓക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കത്തില്ലേ? അതാണ് അതിന്റെ റിപ്ലൈ. ഇപ്പൊ നമുക്കൊരു മെസ്സേജ് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ മെസ്സേജ് ഡീകോഡ് ചെയ്ത് വായിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അതിന് തിരിച്ച്
റിപ്ലൈ ചെയ്യണം. അപ്പൊ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തൊരു ഫീഡ്ബാക്ക്. ആ സെൻഡർ നമുക്ക് അയച്ച മെസ്സേജ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് അയാൾക്ക് തിരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫീഡ്ബാക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് മെസ്സേജ് പോകുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് സെൻഡർ എന്ത് ചെയ്യുന്നുണ്ട്, റിസീവറിന് കോഡ് രൂപേണ മെസ്സേജ് ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ സെൻഡർ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പൊ റിസീവറിന് മെസ്സേജ് കിട്ടുമ്പോൾ തിരിച്ച് അത് റെസ്പോണ്ട് ചെയ്യുന്നു, അതായത് ഫീഡ്ബാക്കിലൂടെ. അപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടുമുണ്ട് അങ്ങോട്ടുമുണ്ട്. സോ ഇറ്റ് ഈസ് എ ടു വേ പ്രോസസ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടു വേ പ്രോസസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന മറ്റൊരു എലമെന്റ് ആണ് നോയ്സ്. ഇപ്പൊ നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും എന്തെങ്കിലും സൗണ്ട്സുകൾ ഉണ്ടാവും, ഡിസ്റ്റർബ് ചെയ്യുന്ന സൗണ്ട്സ് ഉണ്ടാവില്ലേ. ഇപ്പൊ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് ഒരാളോട് സംസാരിക്കുമ്പോൾ അവിടെ ട്രെയിനിന്റെ സൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ അനൗൺസ്മെന്റ് ഉണ്ടാകും അല്ലെ. അപ്പം അതൊക്കെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ലേ. അപ്പം നമ്മൾക്ക് വരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള നോയിസസ് അല്ലെങ്കിൽ അൺവാണ്ടഡ് സൗണ്ട്സ് നമ്മളുടെ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനെ ഡിഫിക്കൾട്ട് ആക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോയിസ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ. ഓക്കെ, അപ്പം ദറ്റ് ഇസ് നോയിസ്. അപ്പം പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയുണ്ട്, വി ഹാവ് ദി സെൻഡർ, വി ഹാവ് ദി റിസീവർ. പിന്നെ നമ്മുടെ മെസ്സേജ് ഉണ്ട്, മെസ്സേജ് ആണ് നമ്മൾ എൻകോഡ് ചെയ്ത് റിസീവർ ഡീകോഡ് ചെയ്ത് വായിക്കുന്നല്ലേ. അപ്പൊ നമുക്ക് സെൻഡർ ഉണ്ട്. സെൻഡർ എന്ത് ചെയ്യും, ആ മെസ്സേജ് എൻകോഡ് ചെയ്ത് ആർക്കയക്കും, റിസീവറിനയക്കും. റിസീവർ എന്ത് ചെയ്യും, അത് ഡീകോഡ് ചെയ്യും, അത് വായിച്ച് മനസ്സിലാക്കും, എന്നിട്ട് എന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കൊടുക്കും. ഇത് ഇത്രയാണ് നമ്മളുടെ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, now we'll discuss next. ഇനി ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ബാലൻസ് ആണ്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്, നമ്മുടെ കമ്മ്യൂണിക്കേഷനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് മാത്രം പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ആകും, അത് കേൾക്കാനും കൂടി ഒരാൾ വേണ്ടേ. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ മിനിമം അതിനകത്ത് രണ്ടാൾക്കാരുണ്ടാവും, അത് പറയുന്ന ആളും കേൾക്കുന്ന ആൾ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്. എന്റെ ക്ലാസ് ഇപ്പൊ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അത് കേൾക്കുക. അപ്പൊ നമ്മൾ രണ്ട് ആൾക്കാരുണ്ട് അല്ലെ, ഞാൻ പറയുന്ന ആളും അത് കേൾക്കുന്ന ആളും. സോ നമുക്ക് കമ്മ്യൂണിക്കേഷനകത്ത് എപ്പോഴും ആരൊക്കെ ഉണ്ടാകും, 2 പേഴ്സൺസ് മിനിമം ഉണ്ടാകും. പക്ഷെ നമുക്ക് വേണമെങ്കിൽ നമ്മളോട് തന്നെയും കമ്മ്യൂണിക്കേറ്റ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, നമ്മുടെ മെമ്മറീസ് ഒക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ സെൽഫായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ബട്ട് ജനറലി നമ്മൾ കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇസ് ഓൾവേസ് എ ടു വേ പ്രോസസ് ആണ്. ആൻഡ് ഓൾസോ എന്താണ്, ഇറ്റ് ഇൻവോൾവ്സ് 2 പേഴ്സൺസ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ആയിരിക്കണം 2 പേഴ്സൺസ്. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് ടോപ്പിക്, നമുക്ക് എന്ത് കാര്യമാണ് പറയേണ്ടുള്ളത്, അതാണ് നമ്മുടെ ടോപ്പിക്. നമ്മുടെ മെസ്സേജിന്റെ കണ്ടന്റ് എന്ത്, ഇപ്പൊ നമുക്ക് എന്ത് കാര്യമാണ് പറയാനുള്ളത്, അത് നമ്മുടെ കണ്ടന്റ്, ദാറ്റ് ഇസ് എ ടോപ്പിക്. ഇനി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, TV വഴിയാണോ, മൊബൈൽ വഴിയാണോ, മെസ്സേജ് വഴിയാണോ, ഇമെയിൽ വഴിയാണോ. ഓക്കെ, അപ്പം ഏത് മീഡിയം, ഏത് മാർഗം. ഇപ്പൊ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ അവിടെ ടൈപ്പ് ചെയ്യാം അല്ലെ, ഒരു മെസ്സേജ് കമന്റ് ആയിട്ടല്ലേ. അപ്പൊ നമ്മൾ ഏത് മാർഗം. സോ നമുക്ക് 2 പേഴ്സൺസ് മിനിമം ഉണ്ടാകും, പിന്നെ നമുക്ക് പറയാൻ ഒരു ടോപ്പിക് വേണം, തേർഡ് നമുക്കൊരു മീഡിയം ഉണ്ടാകും അല്ലെ. ലെറ്റർ ആകാം, ടെലിഫോൺ ആകാം, ഇമെയിൽ ആകാം, മെസ്സഞ്ചർ ആകാം, എന്തുമാകാം. ഓക്കെ, അപ്പൊ നമുക്കിപ്പം ചാനൽ കിട്ടി. പിന്നെ കോഡ് ലാംഗ്വേജ്, ഏത് ഭാഷ ഉപയോഗിക്കാം, മലയാളം ഉപയോഗിക്കാം, ഇംഗ്ലീഷ്, അങ്ങനെ ഏത് നമുക്ക് 2 കൂട്ടർക്ക് മനസ്സിലാകുന്ന ഭാഷയായിരിക്കണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. ഓക്കെ, ദാറ്റ് ഇസ് ദി കോഡ്. പിന്നെ നമുക്ക് ഫോം. ഫോം എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഒരു ഓഫീസിലേക്ക് ഒരു മെയിൽ അയക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഫോർമൽ ആയിട്ടായിരിക്കും അയക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഒരു ഫ്രണ്ടിന് അയക്കുമ്പോഴത്തേക്ക് വളരെ ഒരു കാഷ്വൽ ഇൻഫോർമൽ രീതി ആയിരിക്കും അല്ലെ. അപ്പം നമ്മൾ ആർക്ക് അയക്കുന്നു അത് ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ലാംഗ്വേജിനകത്ത് ചേഞ്ച് ഉണ്ടാകും അല്ലെ. ഇപ്പൊ നമ്മളൊരു ഫ്രണ്ടിന് അയക്കുമ്പോഴത്തേക്ക് നമ്മൾ ഹായ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും. പക്ഷെ നമ്മളൊരു ഓഫീസിലേക്ക് ഒരു ഒഫീഷ്യൽ മെയിൽ അയക്കുകയാണ്, നമ്മൾ റെസ്പെക്ടഡ് സർ എന്ന് പറഞ്ഞായിരിക്കും അയക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് നമ്മളുടെ മെസ്സേജിന്റെ ഫോമിനകത്തും ചേഞ്ചസ് വരാറുണ്ട്. പിന്നെ ലാസ്റ്റ് എന്ന് പറയുന്ന സെറ്റിംഗ്, ഏത് സെറ്റിംഗിൽ അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻ ബേസിസിലാണെന്ന് വെച്ചായിരിക്കും നമ്മൾ അയക്കുന്നത്. അപ്പം
മെയിൻ ആയിട്ട് നമ്മുടെ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിനകത്ത് ഇറ്റ് ഇൻവോൾവ്സ് എത്രയാണ് 2 പേഴ്സൺസ്, പിന്നെന്താണ് ടോപ്പിക്, പിന്നെന്താണ് ചാനൽ, ഏത് മീഡിയം യൂസ് ചെയ്താണ്, ഫോർത്ത് വൺ എന്താണ് കോഡ്, ഏത് ലാംഗ്വേജ് യൂസ് ചെയ്താണ്, പിന്നെ നമ്മുടെ ഫോം, നമ്മൾ ഏത് പർട്ടിക്കുലർ ലാംഗ്വേജ് ഏത് സ്റ്റൈലാണ് അവിടെ യൂസ് ചെയ്യുന്നത്, ലാസ്റ്റ് ഇസ് ദി സെറ്റിംഗ്, സോഷ്യൽ ആൻഡ് ദി ഫിസിക്കൽ സെറ്റിംഗ്. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ അല്ലെ. അപ്പൊ ഇനി നമുക്ക് നമ്മളിപ്പം എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പഠിച്ചു അല്ലെ, പിന്നെ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും പഠിച്ചു. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിക്കേഷനിലെ എലമെന്റ്സുകളെയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് അല്ലെ. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് നമ്മളുടെ കമ്മ്യൂണിക്കേഷന്റെ ഫങ്ഷൻസ്, കമ്മ്യൂണിക്കേഷൻ കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരം വെളുക്കുന്ന തൊട്ട് ഇരുട്ടുന്ന വരെ നമ്മൾ എല്ലാവരോടും സംസാരിക്കാമല്ലോ. അപ്പൊ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പല പല പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ കുറച്ച് ഫങ്ഷൻസ് നോക്കാം. നമ്പർ 1 ഇസ് ഇമോട്ടീവ് ഫങ്ഷൻ. അതായത് ആ ഒരു വേർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ ഉള്ളിലെ ഫീലിങ്സും നമ്മളുടെ ഇമോഷൻസ്. ഇപ്പൊ നമുക്ക് ഭയങ്കര സങ്കടമാണ്, നമ്മളതിനെ എപ്പോഴും കരയുന്നതൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, നമ്മൾ ഭയങ്കര ചിരിച്ചു കളിച്ചെല്ലാം പറയും. അപ്പൊ നമ്മളുടെ ഉള്ളിലെ ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലെ ഇമോഷൻസ് എന്താണോ അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളുടെ വൺ ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മളുടെ ഇമോഷൻസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, രണ്ടാമത് എന്താണ് ഡയറക്റ്റ് ഫങ്ഷൻ, ദറ്റ് ഇസ് സീക്കിംഗ് ടു എഫക്ട് ദി ബിഹേവിയർ ഓഫ് അതേഴ്സ്. ഇപ്പൊ നമ്മൾ ഒരാളോട് പറയണം ക്ലോസ് ദി ഡോർ, ഓപ്പൺ ദി ഡോർ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അയാളോട് പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് പറ്റും. ഓക്കെ, തേർഡ് വൺ ഇസ് ദ ഫാറ്റിക് ഫങ്ഷൻ, ഓപ്പണിംഗ് ദി ചാനൽ ഓർ ചെക്കിംഗ് ദാറ്റ് ഇസ് വർക്കിംഗ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആണോ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ക്യാൻ യു ഹിയർ മീ, ഐ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് മീ എന്ന് ഞാൻ ചോദിക്കുന്നതും ഇറ്റ് ഈസ് എ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ, എല്ലാം പ്രോപ്പർ ആണോ, അപ്പം അതും നമ്മൾക്ക് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഫങ്ഷൻ ആണ്. നെക്സ്റ്റ് ഇസ് പോയറ്റിക് ഫങ്ഷൻ. ഓക്കെ, അപ്പൊ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്ത് നമ്മളുടെ ഇമോഷൻസും കുറെ ഡയറക്ഷൻസും മാത്രമല്ല, നമ്മൾക്ക് ലാംഗ്വേജിന്റെ ആ ഒരു ആസ്വദിച്ച് നമ്മൾക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് പെർട്ടിക്കുലർ ഫോം ചോസൻ ഇസ് ദി എസൻസ് ഓഫ് ദി മെസ്സേജ് ഓർ ദി എസ്തെറ്റിക് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ്. ഈ പറയുന്ന ഇൻഫർമേഷൻസും ഡയറക്ഷൻസും അല്ലാണ്ട് ലാംഗ്വേജിനും അതിൻ്റെതായിട്ടൊരു എസ്തെറ്റിക് ഫങ്ഷൻ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വഴി നമുക്ക് യൂസ് ചെയ്യാം. നമ്മളോട് 4 എണ്ണമാണ് ഇപ്പം പറഞ്ഞത്. ഇമോട്ടീവ് ഫങ്ഷൻ പറഞ്ഞു, ഡയറക്റ്റീവ് ഫങ്ഷൻ പറഞ്ഞു, ഫാറ്റിക് ഫങ്ഷൻ പറഞ്ഞു, ആൻഡ് ദെൻ വി ഡിസ്കസ്ഡ് ദി പോയറ്റിക് ഫങ്ഷൻ. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളത് ദ റെഫറൻഷ്യൽ ഫങ്ഷൻ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ റെഫർ ചെയ്യാൻ അല്ലെങ്കിൽ ക്യാരി ഓവർ ചെയ്യാനാണെങ്കിൽ അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയാൻ പറ്റും. പിന്നെ മെറ്റാ ലിംഗ്വിസ്റ്റിക് ഫങ്ഷൻ. ഇപ്പൊ നമുക്ക് വിൽ ഓർ ഷാൽ, ഇപ്പം ഇതിന് ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ടോ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് അറിയിക്കാൻ പറ്റും. പിന്നെ കോണ്ടെക്സ്റ്റുവൽ ഫങ്ഷൻ, ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റോ കാര്യങ്ങളോ ആണെങ്കിൽ, ഇപ്പം പറയും ഇപ്പൊ നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, ലെറ്റ്സ് കം ഫോർ എ മീറ്റിംഗ്, അതായത് നമുക്ക് ഇപ്പോൾ ഒരു പാർട്ടി ഉണ്ട്, അപ്പൊ നമുക്ക് ഏത് കോണ്ടെക്സ്റ്റ് ആണെന്ന് ആൾക്കാരോട് പറയാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ ഒരു പാർട്ടാണ് അല്ലെ. അപ്പൊ നമുക്ക് ഡിഫറെന്റ് പേർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമ്മളുടെ ഇമോഷൻസിന് വേണ്ടി നമ്മൾ പറയാൻ നമ്മൾ മീൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, പിന്നെ എന്തെങ്കിലും റെഫർ ചെയ്യാനായിട്ടൊക്കെ അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. സോ ദ ബേസിക് ആൻഡ് സിമ്പിൾ ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദാറ്റ് എക്സ്ചേഞ്ചിങ് ഐഡിയാസ് ഓർ ഷെയറിംഗ് ഇൻഫർമേഷൻ ഓർ എക്സ്ചേഞ്ചിങ് ദ തോട്ട്സ് അല്ലെങ്കിൽ ഷെയറിംഗ് ദ ഫീലിങ്സോ ഇമോഷൻസ് ബിറ്റ്വീൻ ടു പീപ്പിളിന്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷനോ കാര്യങ്ങളോ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓൾവേസ് കീപ് ഇൻ മൈൻഡ് ദാറ്റ് നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ മിനിമം ഓഫ് 2 persons ആർ റിക്വയർഡ് ഫോർ ദി പ്രോസസ് ഓഫ് എന്താണ് ഫോർ ദി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ നമ്മളിപ്പം വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചു, പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചു, എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചു, ആൻഡ് ഓൾസോ ദി മാക്രോ
ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളത് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാരിയേഴ്സ് അല്ലെ. ഇപ്പൊ നമ്മള് നല്ലോണം ഒരു ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നു, അപ്പം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും പുറത്ത് ഭയങ്കര ഡിസ്റ്റർബൻസോ ശബ്ദമോ ഉണ്ടെങ്കിൽ അത് എന്താണ്? അതൊരു ബാരിയർ ആണ്, നമ്മൾക്കുള്ളൊരു തടസ്സമാണ്. ഓക്കെ, ബാരിയർ മീൻസ് എന്തെങ്കിലും നമ്മൾക്കൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പം ഉള്ള ഒരു ഡിസ്റ്റർബൻസസിനെയാണ് നമ്മൾ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ മഴ പെയ്യുന്നു വെക്കാം, അപ്പൊ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ ഭയങ്കര എരപ്പും സൗണ്ടും കേൾക്കാറില്ലേ? അപ്പൊ ആ ഒരു എരപ്പ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റർബൻസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അത് ഔട്ട്സൈഡ് ആയിട്ടുള്ള അൺവാണ്ടഡ് ഡിസ്റ്റർബൻസസ്, അൺവാണ്ടഡ് സൗണ്ട്സിനെയാണ് നമ്മൾ ബാരിയേഴ്സ് എന്ന് ജനറലി പറയുന്നത്. അപ്പൊ ഈ സൗണ്ട്സ് മാത്രമല്ല ബാരിയേഴ്സ് ആയിട്ടുള്ളത്, പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഓരോന്നായിട്ട് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം ബാരിയേഴ്സ് മീൻസ് നമ്മളുടെ ആ ഒരു പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷന് തടസ്സം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടീസ് കൊണ്ടുവരുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ ബാരിയേഴ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ബാരിയേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ബാരിയേഴ്സിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് കോഡ്. ഓക്കെ, കോഡ്. ഓക്കെ, ഇപ്പൊ ഞാൻ അപ്പം നിങ്ങൾ എല്ലാവരും മലയാളീസ് ആണ്. ഓക്കെ, ഇപ്പൊ എനിക്ക് മലയാളം അറിയത്തില്ല എന്ന് വെക്കാം, എനിക്ക് ആകെ അറിയുന്ന ഭാഷ ഫ്രഞ്ച് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് ഫ്രഞ്ചിൽ സംസാരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ പറയുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവും? ഒരിക്കലും മനസ്സിലാവില്ല അല്ലെ. അപ്പം രണ്ട് കൂട്ടരും സംസാരിക്കുന്ന ലാംഗ്വേജ് നമ്മൾക്ക് രണ്ട് കൂട്ടർക്കും അറിയണം, ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാകും ഇല്ല. ഇപ്പൊ നിങ്ങളിപ്പോ നോർത്ത് ഇന്ത്യയിൽ പോയിന്ന് വെക്കാം, നിങ്ങൾക്ക് ആകെ അറിയുന്ന ലാംഗ്വേജ് ഈ പറയുന്ന മലയാളം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഹിന്ദി അറിയത്തില്ല. അവിടെ ചെന്ന് നിങ്ങൾ സംസാരിക്കുമ്പം അവർക്ക് മലയാളം അറിയത്തില്ല, നിങ്ങൾക്കൊട്ട് ഹിന്ദിയും അറിയത്തില്ല. അപ്പൊ നിങ്ങൾക്ക് മലയാളമേ അറിയത്തുള്ളൂ, മറ്റേയാൾക്ക് ഹിന്ദി മാത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സംസാരിച്ചാൽ മനസ്സിലാവുമോ? ഇല്ല. കാരണം എന്താണ്? രണ്ടു പേർക്കും മനസ്സിലാകുന്ന ഒരു കോമൺ ലാംഗ്വേജ് രണ്ടു പേരുടെയും ഇടയ്ക്കില്ല. അപ്പം അതാണ് നമ്മളിവിടെ കോഡ് എന്ന് പറയുന്നത്. കോഡ് മീൻസ് ലാംഗ്വേജ്, നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് രണ്ട് കൂട്ടർക്കും അറിയുന്ന ലാംഗ്വേജ് ആണെങ്കിലേ എന്തുള്ളൂ ഈ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് വൺ ബാരി മീൻസ് ഇപ്പം ഡിഫറെന്റ് ലാംഗ്വേജസ് ആണെങ്കിൽ ഇപ്പൊ രണ്ട് കൂട്ടർക്കും ഇടയിൽ ഒരു കോമൺ ഒരു സെയിം ലാംഗ്വേജ് അല്ല പറയുന്നതെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അവിടെ പ്രോപ്പർ ആവത്തില്ല. അത് ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് ഇസ് വൊക്കാബുലറി. ഓക്കെ, ഇപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ലൈക് കേരളത്തിന് ഡിഫറെന്റ് പാർട്സിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒറ്റ വേർഡിന് പല പല മീനിങ്സ്. ഇപ്പം ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു വേർഡ് ആയിരിക്കില്ല, ഇപ്പൊ നമ്മളിപ്പം ട്രിവാൻഡ്രത്ത് ഒരു വേർഡ് പറയുമ്പം അതിനൊരു മീനിങ് ഉണ്ടാകും. ബട്ട് ഇഫ് ടേക്ക് ദാറ്റ് സെയിം വേർഡ് ടു ദി കാസർഗോഡ് ഭാഗത്ത് പറയുകയാണെങ്കിൽ അവർക്കത് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. അപ്പം പലയിടത്തും ഡിഫറെന്റ് മീനിങ്സ് ആയിരിക്കും ഓരോ വേർഡ്സിനും ഉണ്ടാവുക. അപ്പം വൊക്കാബുലറി രണ്ട് കൂട്ടർക്കും പരിചിതമായിട്ടുള്ള അവർക്ക് അന്യോന്യം മനസ്സിലാകുന്ന കൈൻഡ് ഓഫ് വേർഡ്സുകൾ യൂസ് ചെയ്യാം. പിന്നെ കോൺസെപ്റ്റ്, ഓരോ ആശയങ്ങളും രണ്ടു കൂട്ടർക്കും അറിയുന്ന അക്സെപ്റ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ആശയങ്ങൾ പറഞ്ഞാലേ നമുക്കത് മനസ്സിലാക്കാം. ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പരസ്പരം പറയുന്ന കാര്യങ്ങൾ അവർക്ക് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, പിന്നെ എന്താണ് ബാക്ക്ഗ്രൗണ്ട് നോളജ് ആൻഡ് ഷെയർഡ് അസംഷൻസ്. ഇപ്പം നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് ഒരു പ്രോപ്പർ അറിവില്ല എന്ന് വെക്കാം. ഓക്കെ, ഇപ്പൊ നമുക്കിപ്പം AI എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കുറെ പേർക്ക് ഇതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ല. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാള്, അതായത് AI എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റി നമുക്ക് ഒന്നും അറിയത്തില്ല, എന്നിട്ട് നമ്മളോട് ഒരാൾ AI പറ്റി പറയാണ്, നമുക്ക് എന്തെങ്കിലും മനസ്സിലാവോ? ഇല്ല. അപ്പൊ നമുക്കൊരു കാര്യം സംസാരിക്കുമ്പം അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ് നമ്മൾക്ക് അനിവാര്യമാണ്, ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവത്തില്ല. ഫസ്റ്റ് 4 പോയിന്റ്സ് എന്ന് ഓർത്തേ. നമ്പർ 1 ഇസ് കോഡ്, ഇത് സെയിം ലാംഗ്വേജിന്റെ കാര്യം. പിന്നെ വൊക്കാബുലറി, തേർഡ് വൺ ഇസ് കോൺസെപ്റ്റ്, ഫോർത്ത് വൺ ഇസ് ബാക്ക്ഗ്രൗണ്ട് നോളജ് ആൻഡ് ദി ഷെയർഡ് അസംഷൻസ്. പിന്നാണ് പ്രൊണൗൺസിയേഷൻ, ഇന്റനേഷൻ, ആക്സെന്റ്, സ്ട്രെസ് ഇൻ ദി സ്പോക്കൺ ലാംഗ്വേജ് അല്ലെ. ഇപ്പം നമ്മള് ടേക്ക് ഇറ്റ് ഫ്രം ട്രിവാൻഡ്രം സൈഡും തൃശ്ശൂരും എടുക്കാന്ന് വെക്കാം.
രണ്ടു കൂട്ടരും സംസാരിക്കുന്ന ഒരേ വേർഡ് ആണെങ്കിലും പറയുന്ന സ്റ്റൈൽ ഡിഫറെന്റ് അല്ല. അപ്പൊ അവർ ഓരോ കാര്യങ്ങളും പ്രൊണൗൺസ് ചെയ്ത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് അതും പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ഇപ്പൊ ഞാൻ ഈ പറയുമ്പോഴും ചില വാക്കുകൾ നമുക്ക് ഒരുപാട് പേർക്ക് കോമൺ ആയിട്ട് മനസ്സിലാക്കാൻ പാടായിരിക്കും അല്ലെ. അപ്പൊ നമ്മളുടെ പ്രൊണൗൺസിയേഷൻ ഡിഫറെന്റ് ആണ്, മനസ്സിലാക്കാൻ പാടായിരിക്കും. ഇന്റനേഷൻ പാടായിരിക്കും. ചിലര് പല ഡിഫറെന്റ് സ്റ്റൈൽസിലായിരിക്കും സംസാരിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു ആക്സെന്റും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ ചിലര് സ്ട്രെസ് ചെയ്യുന്നതും ഡിഫറെന്റ്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഈ പറയുന്ന സംസാരത്തിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഡിഫറെന്റ് ആയിരിക്കും, നമ്മുടെ സ്റ്റൈൽ ഡിഫറെന്റ് ആയിരിക്കും, നമ്മുടെ ടോൺ ഒക്കെ. അപ്പം അതൊക്കെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് മനസ്സിലാവില്ല അല്ലെ. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, ചിലരുടെ സൗണ്ട് കേട്ട് എന്നെ വഴക്ക് പറഞ്ഞവർക്ക് ഫീൽ ചെയ്തു, പക്ഷെ അവര് പറയും എന്റെ ശരിക്കുള്ള ടോൺ അങ്ങനെയാണ്, എന്റെ ടോൺ അങ്ങനെയല്ല, ഞാൻ ദേഷ്യപ്പെടുന്നതൊന്നും അല്ല. പക്ഷെ അതെന്താണ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ പ്രോപ്പർ ആവുന്നില്ല. വൈ? ബിക്കോസ് രണ്ട് പേരുടെയും ഇടയ്ക്കുള്ള ലാംഗ്വേജിനകത്ത് ഡിഫറൻസ് ഇൻ പ്രൊണൗൺസിയേഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ ദി ആക്സെന്റ് ആൻഡ് സ്റ്റൈൽ അല്ലെങ്കിൽ സ്ട്രെസ് ഒക്കെ ഡിഫറെന്റ് ആവുന്നത് കൊണ്ടാണ് ആ ഒരു കറക്റ്റ് ഇമോഷൻ അവിടെ ഷെയർ ചെയ്യപ്പെടാത്തത്. ഓക്കെ. പിന്നെ ഉള്ളതാണ് ഫിസിക്കൽ എൻവയോൺമെന്റ്. അതായത് നമ്മളുടെ ഫിസിക്കൽ ഉള്ള ഡിസ്റ്റർബൻസ്, ലൈക്ക് എന്താണ്, നോയ്സും ബാക്കിയുള്ള കുറെ സൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പം ക്ലാസ് റൂമിൽ ഫുള്ള് സൈലന്റ് ആണ് അല്ലെ. ഇപ്പൊ ഇവിടെ ഭയങ്കര ഒച്ച. ഇപ്പം ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവിടെ മൊത്തം മരം മുറിക്കുകയാണെന്ന് നോക്കുക. അപ്പൊ ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം പ്രോപ്പർ ആയിട്ട് കേൾക്കൂ? ഒരിക്കലും കേൾക്കില്ല. അപ്പം നമ്മളുടെ ഇടയിൽ എന്താണ് സംഭവിച്ചത്? നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഇടയിൽ ആ മരം മുറിക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് ആക്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ട് ആക്ട് ചെയ്തു. സോ വിച്ച് മീൻസ് ദാറ്റ് അൺവാണ്ടഡ് ആയിട്ടുള്ള നോയ്സസും ഡിസ്റ്റർബൻസും ഒക്കെ നമ്മളുടെ കമ്മ്യൂണിക്കേഷനകത്ത് ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ. പിന്നെ വരുന്നത് അഫക്റ്റീവ് ഫാക്ടേഴ്സ്. ഇപ്പം നമ്മൾ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ഒരു മൂഡ് അനുസരിച്ചിട്ട്, നമ്മുടെ ഒരു മീൻസ് നമ്മുടെ ഒരു സബ്ജക്റ്റീവ് ഫീലിംഗ് അനുസരിച്ചിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് ഡിഫറൻസുകൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പം പറയുന്ന ഒരു കാര്യം ആവില്ല നമ്മൾ പിന്നീട് സാഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ മീൻസ് അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. സോ നമ്മളുടെ ഒരു ഇമോഷൻസും അനുസരിച്ച് എല്ലാം നമുക്ക് ഓരോ, ഇപ്പൊ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാന്ന് വെക്കാം. ഇപ്പൊ നമ്മളൊരു ക്ലാസ് നിങ്ങളിപ്പം കേൾക്കുന്നു, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ് പ്രോപ്പർ ആയിട്ട് കേൾക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര സ്ട്രെസ്സും ഉണ്ടെങ്കിൽ ആ പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകണമെന്നില്ല. ബിക്കോസ് എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ ഇമോഷൻസ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനകത്ത് ഒരു തടസ്സം ഉണ്ടാക്കുകയാണ്. അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പേടിയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് പറയുന്ന കാര്യം പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. സോ അതും നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷന്റെ ബാരിയർ ആണ്. ഏതൊക്കെയാണ്? ലൈക്ക് നമ്മുടെ ആങ്സൈറ്റി, പിന്നെ നമ്മുടെ ഫിയർ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, മോട്ടിവേഷൻ, ബിലീഫ്സ്, വാല്യൂസ്, കുറെ കാര്യം. ഇപ്പൊ ലാക്ക് ഓഫ് അറ്റൻഷൻ, പേഴ്സണൽ വെഞ്ചൻസ് കാര്യങ്ങളും എല്ലാം. അപ്പൊ നമ്മള് ലൈക്ക് നമ്മളുടെ ഇമോഷൻസും കാര്യങ്ങളും എല്ലാം കൂടി നമ്മളുടെ എന്താണ് കമ്മ്യൂണിക്കേഷനകത്ത് ഒരു ബാരിയർ ആയിട്ടും കൂടി ആക്ട് ചെയ്യും. സോ ഇനി ഒന്നും കൂടി നമ്മുടെ ബാരിയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമ്പർ 1 കോഡാണ്, നമ്പർ 2 വൊക്കാബുലറി, തേർഡ് വൺ കോൺസെപ്റ്റ്, ഫോർത്ത് വൺ ഇസ് ബാക്ക്ഗ്രൗണ്ട് നോളജ് ആൻഡ് ഷെയർഡ് അസംഷൻസ്. പിന്നെ നമുക്കുള്ളത് എന്താണ്? ഫിഫ്ത് വൺ ഇസ് പ്രൊണൗൺസിയേഷൻ, ഇന്റനേഷൻ, ആക്സെന്റ് ആൻഡ് സ്ട്രെസ് ഇൻ സ്പോക്കൺ ലാംഗ്വേജ്. പിന്നെ എന്താണ്? കൾച്ചർ സ്പെസിഫിക് കമ്മ്യൂണിക്കേഷൻ മേ കോസ് മിസ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഇപ്പം പല കൾച്ചറിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പരസ്പരം ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പം സാധാരണ ഒരു കേരള കൾച്ചറും നമ്മൾ നോർത്തേൺ കൾച്ചറും ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇവിടെയുള്ള ആൾക്കാർ പരസ്പരം സംസാരിക്കുകയാണെങ്കിൽ രണ്ടുപേരുടെയും കൾച്ചർ ഡിഫറെന്റ് ആയതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആകാൻ സാധ്യത വളരെ കുറവായിരിക്കും. സോ ആ കൾച്ചറൽ ഡിഫറൻസ് നമ്മൾക്ക് കമ്മ്യൂണിക്കേഷനകത്തൊരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ഫിസിക്കൽ എൻവയോൺമെന്റ്, നോയ്സ് ആൻഡ് അതർ എൻവയോൺമെന്റൽ ഡിസ്റ്റർബൻസസ്. ഇപ്പൊ നമ്മൾ അടുത്തിരിക്കും, എന്റെ അടുത്ത് തൊട്ടടുത്തൊരു ആളുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് അത് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പൊ എന്നെ കാട്ടി ഒരു 100 മീറ്റർ ദൂരെ നിൽക്കുന്ന ആളിനോട് ഞാൻ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അയാൾക്ക് പ്രോപ്പർ ആയിട്ട് കേൾക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് അല്ലേ. അപ്പം ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണമെന്നില്ല.
സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പേഴ്സൺസും ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ ഫിസിക്കൽ ഡിസ്റ്റർബൻസസ് ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ നമ്മളുടെ പേഴ്സണൽ ഇമോഷൻസ് നമ്മുടെ ബാരിയർ ആണ്. ഡിഫറെന്റ് ലാംഗ്വേജ് ആണെങ്കിൽ, വൊക്കാബുലറി ആണെങ്കിൽ, കോൺസെപ്റ്റ് ആണെങ്കിൽ, ബാക്ക്ഗ്രൗണ്ട് നോളജ് ആണെങ്കിലും എല്ലാം നമ്മളുടെ കമ്മ്യൂണിക്കേഷന്റെ ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് കൂട്ടർ തമ്മിൽ സംസാരിക്കുമ്പോൾ രണ്ട് കൂട്ടർക്കും അറിയുന്ന കാര്യവും അവർക്ക് മനസ്സിലാകുന്ന അന്യോന്യം മനസ്സിലാകുന്ന ഭാഷ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാകണമെന്ന് ഇല്ല. സോ ഫോർ കമ്മ്യൂണിക്കേഷൻ വി നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ബോത്ത് ദി പേഴ്സൺസ് നോ ദാറ്റ് ലാംഗ്വേജ്. രണ്ട് കൂട്ടരും ഷെയർ ചെയ്യുന്നത് ഒരു കോമൺ ലാംഗ്വേജ് ആണെങ്കിലേ നമുക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാറുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വരുന്ന ടോപ്പിക്കാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെയാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷന്റെ ഡിഫറെന്റ് ടൈപ്സ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷനെ കാറ്റഗറൈസ് ചെയ്യുന്നത് 3 രീതിയിലാണ്. നമ്പർ 1 ഇസ് എക്സ്പ്രഷൻ, നമ്പർ 2 ഇസ് ഫ്ലോ, നമ്പർ 3 ഇസ് റിലേഷൻഷിപ്പ്. അപ്പം ഇനി എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഓറൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഗസ്ട്രൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എന്താണ് ഈ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ? എന്തെങ്കിലും ഇപ്പൊ ഞാൻ ഈ ഒരു നിങ്ങളുടെ PPT-യിൽ കുറെ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടില്ലേ, അതെന്താണ്? ടൈപ്ഡ് ആണെങ്കിലും റിട്ടേൺ അല്ലേ. അപ്പൊ നമ്മൾ റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഓക്കെ, അത് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ, അത് ഓറൽ അല്ലേ, അപ്പൊ അതൊരു ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നെക്സ്റ്റ് ഇസ് ഗസ്ട്രൽ. ഇപ്പൊ ഞാൻ നിങ്ങളോട് കാണിക്കുകയാണ്, വാട്ട് ഡസ് ഐ മീൻ? മിണ്ടാതിരിക്കുന്നില്ല, ഞാൻ ഇങ്ങനെ ഒരു ഗെസ്റ്റർ കൊണ്ട് കാണിച്ചപ്പോ അങ്ങനെയും വേണം. അപ്പൊ നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് പോലും പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ ഓൺ ദി കാറ്റഗറി ഓഫ് എക്സ്പ്രഷനിലാണെങ്കിൽ നമുക്ക് റിട്ടൺ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഓറൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ആൻഡ് ഓൾസോ വി ആർ ഹാവിംഗ് ഗെസ്റ്റുറൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതാണ് നമ്മളുടെ എക്സ്പ്രഷൻ. ഇനി നമുക്കുള്ളത് ഫ്ലോ. ഫ്ലോ മീൻസ് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്, അതനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ഫ്ലോ എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്നത്. ഓക്കെ, ഫ്ലോ മീൻസ് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഇൻഫർമേഷൻ പോകുന്നത്. ഞാൻ അതൊരു എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ നമ്മളിപ്പോ ഒരു കോളേജ് എടുക്കാം. അപ്പൊ കോളേജിന്റെ ഒരു ഹയർ അതോറിറ്റി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആയിരിക്കും അല്ലെ. ഇപ്പം പ്രിൻസിപ്പൽ ഉണ്ട്, പിന്നെ പല ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചറിന്റെ ഹെഡ് ആയിരിക്കും HOD, പിന്നെ ടീച്ചേഴ്സ് അല്ലെ. ഇപ്പൊ നമ്മുടെ പ്രിൻസിപ്പളിന് എന്തെങ്കിലും ഒരു കാര്യം ടീച്ചേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ആ ഒരു കാര്യം ഡിപ്പാർട്ട്മെന്റ് ടീച്ചേഴ്സിന്റെ ഹെഡിനോട് പറയും, ഹെഡ് അത് ടീച്ചേഴ്സിനോട് പറയും അല്ലെ. അപ്പം അവിടെ ഒരു ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഇല്ലേ, ഹയർ അതോറിറ്റി ടു ലോവർ അതോറിറ്റി. സോ ഫ്രം പ്രിൻസിപ്പൾ കഴിഞ്ഞു, HOD കഴിഞ്ഞ് ടീച്ചേഴ്സ്. അപ്പം അവിടെ ഫ്ലോ പോകുന്നത് എങ്ങനെയാണ്? ആ ഒരു ഹൈ ടു ലോയിലാണ്. അപ്പം അതാണ് നമ്മൾ ഈ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൂപ്പിറ്റീസ് അപ്പൊ എവിടെ നിന്ന് എങ്ങോട്ടാണ് ആ ഒരു ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നത്, അതനുസരിച്ചിട്ട് നമുക്ക് കാറ്റഗറൈസേഷൻ ഉണ്ട്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞപ്പോ ഇന്റേണലിനകത്ത് നമുക്ക് വെർട്ടിക്കലും ഉണ്ട്, ഹൊറിസോണ്ടലും ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നതാണ് റിലേഷൻഷിപ്പ്, ഫോർമലും ഇൻഫോർമലും. ഓക്കെ, ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാന്ന് വെക്കുക. അപ്പൊ നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പം നിങ്ങൾക്കൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരിക്കും. അതേസമയം നിങ്ങൾ ഒരു ഫ്രണ്ട്സിന്റെ ഒരു പാർട്ടി ഉണ്ടെന്ന് വെക്കുക. അവിടെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഫോർമൽ ആകുമോ ഇൻഫോർമൽ ആകുമോ? ഒബ്വിയസ്ലി ഇൻഫോർമൽ. അപ്പൊ നമ്മളുടെ റിലേഷൻഷിപ്സ് അനുസരിച്ചിട്ടും നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ നമുക്ക് തരംതിരിക്കാം. എങ്ങനെയായിട്ട്? ഫോർമൽ കമ്മ്യൂണിക്കേഷനും ആൻഡ് ഓൾസോ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. സോ കാറ്റഗറൈസേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒന്നും കൂടി പറയാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ബേസ്ഡ് ഓൺ എക്സ്പ്രഷൻ പറയാം, ഫ്ലോന്റെ രീതിയിലും പറയാം, ആൻഡ് ഓൾസോ റിലേഷൻഷിപ്പ്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് വരുന്ന സ്ലൈഡിൽ ഓരോന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതിനു മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് 1 മാർക്കിനൊക്കെ മേ ബി
ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ്, ഞാനത് ഇമ്പോർട്ടന്റ് ആയി എനിക്ക് ഫീൽ ചെയ്തത് കൊണ്ട് നോട്ട് ആക്കിയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ബ്രെയിലി സിസ്റ്റം ഉണ്ട്. നിങ്ങൾ പണ്ടേ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കണ്ണ് കാണാൻ പറ്റാത്തവർക്കും കേൾക്കാൻ പറ്റാത്തവരും ഒക്കെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ലേ? അവരുടെ വരുന്ന ഒരു സിസ്റ്റം ആണ് ഈ ബ്രെയിലി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫ് മീൻസ് കേൾക്കാനും പറ്റാത്തത്, ഡം സംസാരിക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ഡെഫ് ആൻഡ് ഡം പീപ്പിൾ use actions and gestures in order to communicate with each other. This is also a form of communication known as sign language. Okay. അപ്പം സൈൻ ലാംഗ്വേജ് ഇപ്പൊ നമുക്ക് ഒരാൾക്ക് കേൾക്കാൻ പറ്റില്ല, അപ്പൊ നമ്മളിങ്ങനെ ഗസ്റ്റേഴ്സ് യൂസ് ചെയ്തായിരിക്കും സംസാരിക്കുന്നത്. അപ്പം ആ ഗസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഓരോ സൈൻസ് ആണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കാണിച്ച സ്റ്റോപ്പ്, ഇങ്ങനെ വെച്ച കമ്മെന്നൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ഓരോ സൈൻസ് ആണ്. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് സംസാരിക്കാൻ പറ്റാത്തവർക്കും കേൾക്കാൻ പറ്റാത്തവരും എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അവര് സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്തായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ കണ്ണ് കാണാൻ വയ്യാത്തവരും പ്രോപ്പറായിട്ട് ഈ എഴുതാനൊന്നും പറ്റാത്തവരൊക്കെ ഇങ്ങനെ മറ്റേ ബ്രെയിലി സിസ്റ്റം, വിച്ച് മീൻസ് എന്താണ്, അവരിങ്ങനെ ആ ഒരു തൊട്ടാണ് അവരത് പഠിക്കുന്നത്. അപ്പം അതാണ് ബ്രെയിലി സിസ്റ്റം. കേൾക്കാത്തവർക്കും സംസാരിക്കാത്തവർക്കും സൈൻ ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. മേ ബി നിങ്ങൾക്ക് ഒരു 1 മാർക്കിന് ചോദിച്ചേക്കാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് ഗെസ്റ്റുറൽ കമ്മ്യൂണിക്കേഷൻ. നമ്മളുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഗെസ്റ്റുറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരാൾ പാട്ട് പാടിക്കുക, നമ്മൾ പറയും ലൈക്ക് ദിസ് വെൽ ഡൺ. അപ്പം ഇത് നമ്മൾ കാണിക്കുന്നതാണ് ഒരു ഗെസ്റ്റുറൽ ഫോം. ഇപ്പൊ നമ്മൾ ക്ലാപ്പ് ചെയ്യുന്നതൊക്കെ ഒരു ഫോം ഓഫ് ഗെസ്റ്റേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് ഐ ഡോണ്ട് വോണ്ട്, അപ്പൊ നമുക്ക് ഇങ്ങനെ കാണിച്ചാൽ നോ എന്ന് പറയാം. ഇങ്ങനെ കാണിച്ചാൽ മീൻസ് ടു കീപ് സൈലൻസ് ഓർ ടു മെയിൻറ്റെയിൻ സൈലൻസ്. ഇപ്പൊ ഞാനിവിടെ സൈലന്റ് എന്നൊരു വാക്കേ പറഞ്ഞില്ല, ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഇതൊരു ഗസ്റ്റ്. അപ്പൊ നമ്മുടെ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്തും നമ്മൾക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പം അങ്ങനെ നമ്മളുടെ ബോഡി യൂസ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ കൺവേ ചെയ്യുകയോ അല്ലെങ്കിൽ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗെസ്റ്റുറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ. ഇതൊരു എക്സ്ട്രാ ഒരു നോട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതാണ്. 1 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. ഇനി നമുക്ക് വരുന്നത് ഈ കമ്മ്യൂണിക്കേഷനകത്തുള്ള ഡൗൺവേർഡ്, അപ്വേർഡ് ആൻഡ് ഹൊറിസോണ്ടൽ. ഡൗൺവേർഡ് എന്ന് ഫസ്റ്റ് നമുക്ക് അപ്വേർഡ് നോക്കാം. സോ അപ്വേർഡ് എന്ന് പറയുമ്പോൾ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ഇൻഫർമേഷൻ ഫ്ലോയിങ് ഫ്രം ദി ലോവർ ടു അപ്പർ. നമ്മുടെ ലോവർ തൊട്ട് അപ്പർ. നമ്മൾ നേരത്തെ എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ നമുക്ക് പ്രിൻസിപ്പലിനോട് എന്തെങ്കിലും പറയണം. ഇപ്പൊ ടീച്ചേഴ്സിന് ഇഫ് യു വോണ്ട് ടു ടോക്ക് ടു പ്രിൻസിപ്പൽ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോയി പറയാം, അത് ഓക്കെ ഫൈൻ. പക്ഷെ എങ്കിലും നമുക്ക് HOD അറിയിച്ച് പ്രിൻസിപ്പലിനെ അറിയിക്കില്ല. അപ്പൊ നമ്മുടെ ഒരു ലോവർ അതോറിറ്റി ടു ഹയർ അതോറിറ്റി പോവുകയാണെങ്കിൽ അപ്വേർഡും, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഹയർ അതോറിറ്റി ടു ലോവർ അതോറിറ്റി ആണെങ്കിൽ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനും ആണ്. അപ്പൊ ഈ ഹൈയും ലോ അല്ലാണ്ട് ഒരേ തരത്തിൽ വരുന്ന ആൾക്കാരില്ലേ? ഇപ്പൊ നമ്മളൊരു കോളേജ് എടുത്തു കഴിഞ്ഞാൽ പ്രിൻസിപ്പളും ടീച്ചേഴ്സ് തമ്മിൽ വേണമെങ്കിൽ സംസാരിച്ചുകൂടെ? അപ്പം അങ്ങനെ ഒരേ ലെവൽ അല്ലെങ്കിൽ ഒരേ അതോറിറ്റി വരുന്ന അല്ലെങ്കിൽ സെയിം ലെവൽ ഓഫ് പവർ അല്ലെങ്കിൽ അതോറിറ്റി വരുന്ന ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരുന്ന കമ്മ്യൂണിക്കേഷന് പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. സെയിം ലെവൽ ആയിരിക്കും, ആ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ആ ഒരു ഇൻഫർമേഷൻ എങ്ങനെയാണോ ഫ്ലോ ചെയ്യുന്നത് ആ ഫ്ലോയിന്റെ അനുസരിച്ചിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഞാനിങ്ങനെ പടമൊക്കെ വരച്ച് വെച്ചിട്ട് നമുക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടും കേട്ടോ. ട്രൈ ടു ഡു ദാറ്റ്. ഓക്കെ, അതിന് നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ സംസാരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വിൽ ഡിസ്കസ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. അപ്പം ഫോർമൽ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴൊക്കെയാണ് ഈ ഒരു ഫോർമലി സംസാരിക്കുന്നതും ഇൻഫോർമലി സംസാരിക്കുന്നതും ഇതൊക്കെ പോട്ടെ. നിങ്ങൾ എപ്പോഴായിരിക്കും ഒരു ഫോർമലി ഡ്രസ് ചെയ്യുന്നത്? ഇപ്പൊ നമുക്കൊരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ടോപ്പ് ആയിട്ടൊക്കെ ഷോർട്ടൊക്കെ ഇൻസേർട്ട് ചെയ്ത് വളരെ ഒരു ഫോർമൽ ഡ്രസ്സിൽ പോകും. അസൽ ഒരു പാർട്ടി ഓർ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ വളരെ ഇൻഫോർമൽ സ്റ്റൈൽ. അപ്പൊ നമ്മളുടെ സാഹചര്യം അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഡ്രസ് ചെയ്യുന്നത് അല്ലെ? നമ്മൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കോണ്ടെക്സ്റ്റ്. ആ സിറ്റുവേഷൻ എങ്ങനെയാണോ ആ സിറ്റുവേഷനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഡ്രസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്
പിന്നെ നമ്മളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഒരു മാരേജ് എന്ന് വെക്കാം. ഓക്കെ. ആൻഡ് ഓൾസോ നമ്മുടെ നമ്മളൊരു ക്ലാസ്മേറ്റിന്റെ അല്ലെങ്കിൽ ഒരു ക്ലാസ്മേറ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ കോളേജിലെ ഒരു കുട്ടിയുടെ കല്യാണം എന്ന് വെക്കാം. ഓക്കെ. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മാരേജും ആൻഡ് ഓൾസോ ഒരു സ്റ്റുഡന്റ് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ മീൻസ് ഒരു കോളേജ് ഒരു ഫ്രണ്ടിന്റെ മാരേജ് എന്ന് വെക്കാം. നമ്മൾ ആരുടെ കല്യാണത്തിനായിരിക്കും ഭയങ്കരമായിട്ട് ഒരുങ്ങി പോണത്? ബെസ്റ്റ് ഫ്രണ്ടിന്റെ ആണോ അതോ ഏതെങ്കിലും ഒരു കോളേജിലെ ഫ്രണ്ടിന്റെ ആണോ? ബെസ്റ്റ് ഫ്രണ്ടിനായിരിക്കും അല്ലെ? അപ്പൊ നമ്മൾക്കും ആ പോകുന്ന ആ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അനുസരിച്ചും അതിനനുസരിച്ച് നമ്മൾ ഡ്രസ് ചെയ്യത്തില്ലേ? ഇപ്പൊ നമ്മളുടെ സ്വന്തം സിസ്റ്ററുടെ വെഡിങ്ങിനാണെങ്കിൽ നമ്മൾ ഭയങ്കര ഒരുങ്ങും. ഭയങ്കര ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണെങ്കിൽ ഒരുങ്ങുന്നത് കുറവായിരിക്കും. ഇപ്പം അതേ കണക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനകത്തും ഈ റിലേഷൻഷിപ്പ് ഉണ്ടാകും അല്ലെ? അപ്പൊ ഡിപ്പെൻസ് നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണോ ആ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മൾക്കും ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന ആളും തമ്മിലുള്ള റിലേഷനെ ബേസ് ചെയ്തും കമ്മ്യൂണിക്കേഷന്റെ സ്റ്റൈല് മാറും അല്ലെ? അപ്പൊ നമുക്ക് ആ ഒരു കാറ്റഗറിയിലാണെങ്കിൽ വി ഹാവ് ദി ഫോർമൽ ആസ് വെൽ ആസ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെക്കാം. മേ ബി അത് ചോദിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ, ഇൻഫോർമൽ, വെർബൽ, നോൺ വെർബൽ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഫോർമൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കമ്മ്യൂണിക്കേഷൻ ഇസ് ഡൺ ത്രൂ ദി ചെയിൻ ഓഫ് കമാൻഡ്. ഇപ്പൊ നമ്മുടെ ഓഫീസിലൊക്കെയാണ് ഓരോ ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ പറയത്തില്ലേ അത്. അപ്പൊ ഇനി നമ്മുടെ ഇൻഫോർമൽ ആണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒഫീഷ്യൽ ചാനൽസ് ഒന്നും ഇല്ല. ഒരു നോർമൽ എങ്ങനെയെങ്കിലുമൊക്കെ ആയിരിക്കും അവിടെ കമ്മ്യൂണിക്കേഷൻ. ഒരു പ്രോപ്പർ പ്രീ ഡിഫൈൻഡ് വെൽ ഡിഫൈൻഡ് ചാനൽസ് ഒന്നും ഇല്ല. സാധാരണ രീതിയിലുള്ള എങ്ങനെ വേണമെങ്കിലും ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഒരു ഫോർമൽ ആണെങ്കിൽ ഒഫീഷ്യൽ മെസ്സേജ് അത് അതിന്റെ ഒരു പ്രോപ്പർ ഓർഡറിലും ആ ഒരു ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഒക്കെ വളരെ പക്കയായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുന്ന ഇൻഫോർമലിനകത്ത് അങ്ങനെ ഒരു ഇത്രയും ഒരു സ്ട്രക്ചേർഡ് ഒന്നും അല്ല. നമുക്ക് തോന്നുന്ന കാര്യം നമ്മൾ അപ്പം വെട്ടി തുറന്നടിച്ച് പറയും അല്ലേ? അപ്പം അതാണ് നമ്മുടെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾക്ക് പറയാനുള്ള കാര്യം നമ്മൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടും വളരെ പെട്ടെന്ന് നമ്മൾ പറയും. അതാണ് ഇൻഫോർമൽ. അവിടെ പ്രത്യേകിച്ച് വെൽ ഡിഫൈൻഡ് ചാനൽസും കൺസ്ട്രക്ഷൻസും സ്ട്രക്ചറും ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ഫോർമലിനകത്ത് പ്ലാൻഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ മാനേജ്മെന്റ്. ഓക്കെ. ആ ഒരു അതോറിറ്റിയുടെ റൂൾസും റെഗുലേഷൻസും അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ഇൻഫർമേഷന് ഫ്ലോ ഉണ്ടാവുക. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വി ഹാവ് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് ദി ഹൈറാർക്കിൽ റിലേഷൻഷിപ്സ് ഇൻവോൾവ്. അപ്പം ആ ഒരു അതോറിറ്റി നമ്മൾ റിലേഷൻഷിപ്സ് ഉണ്ട്. അപ്പം ഒരു മാനേജർ, അപ്പം അസിസ്റ്റന്റ് മാനേജർ, അങ്ങനെ ഓരോ ഡെപ്യൂട്ടേഷൻ അനുസരിച്ചിട്ടായിരിക്കും ആ ഇൻഫർമേഷൻ പാസ് ചെയ്ത് പോവുക. പക്ഷെ ആ സമയം നമ്മളുടെ ഇൻഫോർമൽ ആണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഡയറക്ഷൻസ് ഇല്ല, കമാൻഡുകൾ ഇല്ല, ഇങ്ങനെ ഭയങ്കര ഓർഗനൈസ്ഡ് സ്ട്രക്ചേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നമുക്ക് പറയാനുള്ള വളരെ സ്പോണ്ടേനിയസ് ആയിട്ടും ഇൻഫോർമൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഇൻഫോർമൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ഫോർമലും ഇൻഫോർമലും നിങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. നൗ വിൽ മൂവ് ഇൻ ടു ദി അതർ വൺ.